Hello friends, welcome back to my channel. This is Akshay. ഇതിഹാസ സ്റ്റൈൽ എന്നീ സിനിമകൾക്ക് ശേഷം ബിനു എസ് തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കാമുകി. സിനിമയുടെ റിവ്യൂയിലേക്ക് വരാൻ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. പ്രേമത്തിന് കണ്ണില്ല എന്നൊരു ടാഗ്ലൈനോടെയാണ് സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഒരു ടാഗ്ലൈനോട് തികച്ചും നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് സിനിമയ്ക്കുള്ളത്. അച്ചാമ്മ എന്ന കിടക്കാച്ചി കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. ഒരു അടിപൊളി ക്യാരക്ടറാണത്. അതിൻ്റെതായ രീതിയിൽ തന്നെ അപർണ ബാലവനുള്ള ആ ഒരു കഥാപാത്രത്തെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അച്ചാമ്മയുടെയും കാഴ്ചശക്തി ഇല്ലാത്ത ഹരികൃഷ്ണന്റെയും പ്രണയവും കാര്യങ്ങളും ഒക്കെയാണ് സിനിമ പറയുന്നത്. ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഹരികൃഷ്ണനായിട്ട് വന്നിരിക്കുന്ന അക്സർ അലിയാണ് നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ. പുള്ളിക്കാരന്റെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ കോമ്പിനേഷൻ സീൻസും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല ഡയലോഗ്സും കാര്യങ്ങളും ഒക്കെ സിനിമയിലുണ്ട്. ഒരുപാട് നല്ല രസകരമായിട്ടുള്ള സീൻസ് ഒക്കെ സിനിമയിലുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടും സാധിച്ചിട്ടുണ്ട്. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും പ്രേക്ഷകരുടെ മനസ്സിൽ കുറച്ചു നേരത്തെങ്കിലാണെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങളും ഉണ്ടാവും. ബൈജു, പിന്നെ നമ്മുടെ കോമഡി സർക്കസിലൂടെ വന്ന ഡ്വെയിൻ, പിന്നെ ഒരുപാട് പുതുമുഖ താരങ്ങൾ സിനിമയിലുണ്ട്. എല്ലാവരും തന്നെ അവരവരുടെ ക്യാരക്ടേഴ്സ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ഡ്വെയിന്റെ ആ ഒരു എന്താ പറയുക സിനിമയിലേക്കുള്ള എൻട്രി നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അധികം വെറുപ്പിച്ചിട്ടൊന്നുമില്ല പുള്ളി. സിനിമയിൽ നല്ലൊരു പെർഫോമൻസ് ആണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കോമഡി സീൻസ് സിനിമയിലുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഒഴിച്ച ബാക്കി എല്ലാം തന്നെ പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയാനായിട്ട്. അത്രയും എന്റർടൈനിങ് സിനിമയാണ് കാമുകി. നല്ലൊരു എന്റർടൈനിങ് ഫസ്റ്റ് ഹാഫും അതുപോലെ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സെക്കൻഡ് ഹാഫും സിനിമയ്ക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് സിനിമ. ഗോപി സുന്ദറാണ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. പാട്ടുകളാണെങ്കിലും BGM ആണെങ്കിലും ഒക്കെ നന്നായിരുന്നു. ഡയറക്ഷനെ പറ്റിയും സിനിമാറ്റോഗ്രഫിയെ പറ്റിയും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു കളർഫുൾ രീതിയിലാണ് സിനിമ തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് അതിൻ്റെതായ രീതിയിൽ തന്നെ എത്തിച്ചിട്ടുണ്ടെന്ന് തോന്നി. പിന്നെ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. അങ്ങനെ അധികം നെഗറ്റീവ്സ് ഒന്നും സിനിമയിൽ പറയാനായിട്ടില്ല. കുറച്ച് അനാവശ്യമായിട്ടുള്ള സീൻസ് സിനിമയിലുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി തോന്നി. അതുപോലെ തന്നെ കുറച്ച് ക്ലീഷ്യ സീൻസും ഉണ്ട്, അതും ഒഴിവാക്കാൻ വേണ്ടി തോന്നി. ഇത്തരം കാര്യങ്ങളാണ് ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഒരു ക്യാമ്പസ് മൂവി എന്ന രീതിയിൽ നമുക്ക് ഈ സിനിമയെ കണക്കാക്കാം. നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയാണ്. ക്യാമ്പസിലെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നല്ല രസകരമായിട്ടാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നത്. ഒട്ടും തന്നെ പ്രേക്ഷകരെ ബോറടിപ്പിക്കുന്നില്ല സിനിമ. ഒരു ന്യൂജൻ സിനിമ തന്നെയാണ് കാമുകി. എന്നാലും അങ്ങനെ അധികം അലമ്പായിട്ടുള്ള ഡയലോഗ്സും കാര്യങ്ങളൊന്നും തന്നെ സിനിമയിലില്ല. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു പടം തന്നെയാണിത്. ഈ സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 5-ൽ 3.5 ആണ്. അപ്പോൾ സിനിമ കണ്ടതിന്റെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.